ഞാൻ വിഷ്ണു കണ്ടിട്ട് അതിന്റെ മണ്ടക്ക് നിറയെ കാണണ്ടാ വലുത്. ബാർബിക്യൂ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇതുണ്ട് സാധനം പെഗ് എടുത്ത് നമുക്ക് ഇത് അടിക്കുകയും ചെയ്യാം. ഓരോരോ പീസ് വെച്ച് എടുക്കാം. അപ്പൊ നമ്മള് കാന്തല്ലൂരെത്തി. ഇനി ഇവിടെ നമുക്കൊരു 2 കിലോമീറ്റർ നമ്മൾ നടന്നിട്ടാണ് പോകുന്നത്. ആ മല മുകളിൽ നമ്മുടെ സ്റ്റേ ഉണ്ട്. ഫുള്ള് സെറ്റപ്പിലാണ് വന്നത്. ഗ്രില്ല് ചെയ്യാനുള്ള സാധനമുണ്ട്, ചിക്കനുണ്ട്, ചാർക്കോളുണ്ട്, ഫുള്ള് സെറ്റപ്പാണ്. എത്ര കിലോമീറ്റർ ഉണ്ടാവും? ഇതെന്ത് സാധനം? ഇത് വേറെ എന്താ ചെയ്യാ? അതിന്റെ കൂട്ടത്തിൽ ഓടാ വള്ളിയാണോ? അയ്യോ ഇതോ? ഈ സാധനം നമ്മൾ എവിടെ ഇട്ടാൽ മതി. നിലത്ത് വെക്കത്തെ മരത്തിലും കടന്നു വെക്കും. അല്ല ഇത് അതിനെ നശിപ്പിക്കുകയും ചെയ്യും. അപ്പൊ കുറച്ച് കൊണ്ടുപോയാലേ അത്. അതായത് ജൈവമാണ്. വലിഞ്ഞ് കയറുകയും ചെയ്യും, നശിപ്പിക്കുകയും ചെയ്യും. നമുക്ക് അങ്ങ് പോണം, ഈ മലയുടെ അങ്ങ് മുകളിൽ. കഴിഞ്ഞ മുമ്പത്തെ വരായിരുന്നു. ഇവിടെ മഴയാണ് പ്രശ്നമാണെന്നും പറഞ്ഞ ഇന്നിപ്പോ ഇവിടെ വന്നിട്ട് അടുത്തടുത്ത് കൊറേയൊക്കെ എടുത്ത്. മൊട്ടത്തല മാത്രം ഇല്ലാന്നേ ഉള്ളു. ടയറൊക്കെ അതിന്റെ ടയർ ഉണ്ടല്ലോടാ, വേറെ ലെവല്. സാധാരണ പോലെ ഉരുട്ടിക്കൊണ്ടൊക്കെ പോവുക. കറക്റ്റ് സ്ഥലം അറിയണം, ഏത് കല്ലിന്റെ പുറത്തൂടെ കയറ്റുന്ന ഓരോ ടയർ. സുമേഷേ 5 മണിക്ക് ഇറങ്ങിയതാണ്. ഇപ്പൊ സമയം എത്രയായി? 5 മണിയായി. 12 മണിക്കൂർ. അയ്യോ ഇവിടെ ആന വല്ലതും ഉണ്ടോ? ഒന്നുമില്ലല്ലേ? ഇറങ്ങാറ് മറ്റേ ഏതൊരു സിനിമയിലുണ്ടല്ലോടാ, ആനയുടെ ചിഹ്നം വിളി എടുത്ത് വെക്കണം. മലയും കുഞ്ഞ് വെള്ളച്ചാട്ടം ഉണ്ടോ?
വിഷ്ണു ആ കാണുന്നതാണോ? ആ കാണുന്ന കുടിലാണ് നമ്മുടെ. അയ്യോ അവിടെ അങ്ങനെ നമ്മളെത്തി ഗായ്സ്. നമ്മളിതോ അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. നമുക്ക് ഈ ടെന്റിന്റെ അകത്തുനിന്ന് കയറി നോക്കാം. ഓ ഇത് പൊളിയാണ് കേട്ടോ. ഇവിടെ വെള്ളച്ചാട്ടം, അതിന്റെ വ്യൂ, ഒരു രക്ഷയില്ല. സെറ്റ്. ഇവിടെ ഒരു സീറ്റ് ഞാൻ ബുക്ക് ചെയ്തേ. ഇതെന്റെ മുറിയാ. ദിസ് ഇസ് മൈ ബെഡ്റൂം. സോറി. സംഭവം ഇവിടെ നിന്ന് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. നൈറ്റൊക്കെ ഒരു രക്ഷയില്ല. പൊളി വെള്ളച്ചാട്ടം ഫുൾ ഓൺ. ഇവിടെ കയറി നിർത്തേണ്ട, അവിടെ പോയി വിളിക്കരുതോ? അവിടെ ഡേഞ്ചറാണ്. തെന്നി വീണ് കഴിഞ്ഞാൽ അത് രാവിലെ നടക്കാനുണ്ടെന്ന് പറഞ്ഞു. അതിവിടെ അല്ല, അത് അതിന്റെ മുകളിലാണ്. മൊത്തം നമ്മൾ 3 കൊടുക്കും. അതിൽ ഏതാ വേണ്ട വെച്ചാൽ നമ്മള് ഫുള്ള് മസാലയൊക്കെ റെഡി ആക്കി ആളെ ഇതിന്റെ അല്ല, കോഴിയുടെ മസിൽ കാണിക്കുന്നത്. നീ എന്റെ വേറെ മസിൽ ഭാഗം കാണിക്കുക. ഫുള്ള് ഒന്ന് ഗ്രില്ല് ചെയ്യും. ഇത്ര മാസം ജിമ്മിന് വിളിയാ. എന്താ നീ നോക്കുന്നേ? നീ എവിടെ കൊടുക്കുന്നതായിരിക്കുന്നത്?
പൊളിയാ എടാ ഇവിടെ ഗ്രില്ല് ചെയ്യാടാ, ഇവിടെ ഗ്രില്ല് ചെയ്യാന്നാ, ഗ്രില്ല് ഇവിടെ ചെയ്യാം. രക്ഷയില്ലാത്ത സ്പോട്ട് സെറ്റ്. വലിയ കുഴപ്പമില്ല, അപകടമില്ല. ഇവിടെ അങ്ങോട്ടൊക്കെ ഇറങ്ങിയാൽ അപകടമുള്ളൂ, ഇവിടെ വലിയ കുഴപ്പമില്ല. അവിടെ കയറാൻ സ്റ്റേ അടപ്പുണ്ട്. ഞാൻ പറഞ്ഞു പുൽമേടി പോവാന്ന് പറഞ്ഞു, ഇത് വഴിയാണോ? ഇവിടെ കുളിച്ചാൽ വലിയ കുഴപ്പമില്ല. ഇവിടെ നമുക്ക് കുളിക്കണ്ട, വെള്ളത്തിൽ ഇങ്ങനെ കിടന്നാൽ മതി വെറുതെ. ഇപ്പം എടുത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അടിക്കുക. ആണ് വേറൊരു അടി എല്ലാം വരും കേട്ടോ. സുമേഷ് ഒരു രക്ഷ കേട്ടാ, മുനിയൻ കേട്ടോ അതോ അളിയ പക്ഷെ പൊളി കേട്ടോ. വേറെ വേറെ വെക്കാം നമ്മള്. അതാ ഈ വെട്ടത്തിന് മുമ്പ് കത്തിച്ച് കഴിഞ്ഞാല് ഇല്ല കത്തിപ്പോ വേറെ ഉണ്ട് കത്തിക്കാം. നമുക്ക് നമ്മൾ ഓടിക്കും കയറി. വാരി തട്ട്. അപ്പൊ നമ്മുടെ ക്യാമ്പ് ഫയർ വിത്ത് ബാർബിക്യൂ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചുറ്റി നിന്ന് പാട്ടൊക്കെ പാടി കുറച്ച് കർപ്പൂരം ഒന്ന് കത്തിക്കാവോ? കത്തിയടാ, അതിന്നൊരു കൊള്ളി എടുത്തിട്ടേ, അതിന്നൊരു കൊള്ളി എടുത്തിട്ട്. ആ കർപ്പൂരം ഉണ്ട്, ഒരു കൊള്ളി എടുത്തിട്ട്. ഇല്ല നമുക്ക് പാടാം, നമുക്ക് പാടാം. വേറെ ലെവല്. ഇതുണ്ടോ സാധനം കണ്ടോ? ഇവിടെ അതുകൊണ്ട് അവിടെ ഭയങ്കരമായിട്ട് എവിടെ അത് കരിവൊന്നും അല്ലടാ, അതൊക്കെ അതിൻ്റെ ഒരു ഭംഗിയാണ്. പെഗ് എടുത്ത് നമുക്ക് ഇത് അടിക്കുകയും ചെയ്യും, ഓരോരോ പീസ് വെച്ച് എടുക്കാം. ഇനിയിപ്പോൾ ചൂട് എരിവ് പുളി ഒന്നും നോക്കണ്ട കേട്ടോ. ഒന്ന് മറിച്ചിട്ടോടാ. അപ്പം നമ്മുടെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഉറങ്ങുകയാണ്. അപ്പോൾ ഗുഡ് നൈറ്റ്. വരുമ്പോൾ പറിക്കാറ് മണ്ടയ്ക്ക് ഇപ്പോൾ ഉണ്ട്. അടേ ഇത് പിടിക്കല്ലേ, ഇത് കടന്നിലുണ്ട് മണ്ടയ്ക്ക്. വലിയൊരു കൂട് പറിക്കാൻ പറ്റത്തില്ല. നോക്ക്. അപ്പൊ നമ്മള് രാവിലെ നടക്കാൻ ഇറങ്ങി. വേറെ മാതളമുണ്ടോ നോക്കണം, വേറെ മാതളമുണ്ടോ നോക്കണം.
അതിന്റെ മണ്ടക്ക് നിറയെ കാണ്ടാ വലുത്. പക്ഷെ അവിടെ കണ്ടതിൽ നിൽക്കുന്നത് എങ്ങനെ കണ്ടുപിടിച്ച് അതിൽ പിടിച്ച് കുളിക്കുകയും ചെയ്ത് വാങ്ങിച്ചേനെ. മിഥുന്റെ സ്ഥലത്ത് പോയായിരുന്നു ആയിരുന്നു. അത് തന്നെ അതേപോലെ തന്നെ ഇതിന്റെ വീടിന്റെ ഏരിയ മൊത്തം ഇങ്ങനെ ഇതേ അവസ്ഥയാണ്. ഇതേപോലെ വെള്ളമുണ്ട്, വെള്ളച്ചാട്ടം ഇല്ലെങ്കിലും മറ്റേ ഇതിന്റെ ഇതേപോലെ നമ്മൾ സ്ഥലത്താണ് യാത്ര ചെയ്യുന്നത്. വെള്ളമടിക്കുകയും വെള്ളമടിക്കുകയും ഇതേപോലെ വെള്ളത്തിനകത്ത് കിടന്നു വെള്ളമടിക്കുകയും വെള്ളമടിക്കുകയും എല്ലാം ചെയ്തോ പൊളി. അവനെന്ന് നമ്മളെ ഒരുപാട് നടന്നതാ. 5 കിലോമീറ്റർ മിനിമം നടന്നുണ്ട്. 5 ആയിരിക്കുമല്ലോ, കൂടുതലുണ്ടെന്ന്. ഇവിടെ പേരെന്താടാ? കിങ്ങിണി. ഇവനെന്താ പറയുന്നത്? പൊട്ടച്ചൊക്കെ ഉണ്ടാക്കുന്ന ഇതാന്ന് പറയുന്നത്. ഞാൻ വന്നാലേ വരുവോളാ, ഏറ്റവും ബാക്കിൽ നിന്ന് വരുവോളാ. അയ്യോ ബസ് വേണം, ബസ് വേണം. ശബ്ദം ആസ്വദിച്ച് തുമ്മുന്നുണ്ടോ ഒരു വിലയില്ലാന്ന്. ജയ്മോനെ മുനിയോ? എനിക്ക് തുമ്മ കൊള്ളാം. വിഷ്ണു കണ്ടിട്ട് കൊതിയാവുന്നു. പോകേണ്ട സ്ഥലം, തിരിച്ചു പോകേണ്ട സ്ഥലം. ഇതൊന്ന് ചവയ്ക്കാനുള്ള വന്നു കഴിഞ്ഞാല് നമ്മൾ വന്ന സ്ഥലം കഴിഞ്ഞോടാ. നമ്മളെങ്ങോട്ടാ ലക്ഷ്യം? നമ്മുടെ ഇത്രേ ഉള്ളല്ലേ? ചെമ്പകം. അത് നല്ല ഫോട്ടോ കേട്ടോ. നിങ്ങളവിടെ പണിയാൻ പോകില്ല? ബാക്കിയൊക്കെ സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ. ബാക്കി അവിടെ 3-4 ഷൂട്ടൊക്കെ വരുമല്ലോ. ഷൂട്ടൊക്കെ വൈബാക്കി ആക്കുമല്ലേ? ലൈറ്റൊക്കെ ഇട്ട് പാട്ടും സെറ്റപ്പൊക്കെ ആക്കുമല്ലോ. അത് ക്രിസ്മസിന് എടുക്കും അല്ലേ? ന്യൂ ഇയർ ഇവിടെ ആക്കുമല്ലോ. ന്യൂ ഇയറിന് കൊള്ളാം. ഇങ്ങനെയല്ലോ സ്വന്തമായിട്ട് ഫുഡിൻ്റെ ഉണ്ടാക്കാം. പിന്നെ കുറേ ആൾക്കാർ കാണാം അല്ലേ? അല്ല നമുക്ക് തന്നെ കുറേ ആൾക്കാരെ സെറ്റ് ചെയ്ത് ആൾക്കാരുണ്ടെന്നേ. പൂക്കുന്ന സാധനമല്ലേ? മഞ്ഞപ്പൂവോ വെള്ളപ്പൂവോ? വെള്ളയും മഞ്ഞ. ഇത് നമ്മുടെ നാട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്നു അമ്പലത്തിലൊക്കെ. ചെമ്പകമല്ലേ? ചെമ്പകം. ഇതൊരു ഏറുമാട്. ഇത് നിങ്ങളുടെ വസ്തുമാടാ? അല്ല, നമ്മുടെ ഇതിൽ ഇതൊക്കെ നമ്മുടെ പറഞ്ഞു. ഇതൊരു ഏറുമാട് സ്വന്തം കേട്ടോ. ഇതില്ല അല്ലേ? ഒന്നും ശല്യം ചെയ്തിട്ടില്ല ഇതുവരെ. എന്താ ചെറിയ പുലി. ഇവനെയൊക്കെ ആണെങ്കിൽ കാക്ക വരെ ഓടിച്ചിട്ട് കൂത്തൂടാ. ആ ടൈപ്പാ ഇവൻ്റെ സ്വഭാവം. പറഞ്ഞ കാക്ക വരെ. അങ്ങനെയുള്ള ജീവനൊക്കെ ഇവിടെ കൊണ്ട് നിർത്താൻ പറ്റത്തില്ല. നമ്മൾ മല തിരിച്ചിറങ്ങുകയാണ്. വീഡിയോ എടുക്കണം. അത് കാട്ടുനെല്ലി എന്ന് പ്രത്യേകം പറയണം. നെല്ലി എന്ന് പറയുന്നത് കിട്ടിയടാ. നമ്മനെ ടേപ്പുണ്ട്.
വാവ്. ഇന്നലെ കുളിക്കാൻ ഇവിടെ നടന്നല്ലേ? പൊളി. കഴിഞ്ഞ പരിപാടി അല്ലെങ്കിൽ പരിപാടി കഴിഞ്ഞു. ആ കല്ലോട്ട് വെച്ചേ. ടോർച്ച് പിടിച്ച് ചാടി രാത്രി ഇത് ടോർച്ച് പിടിച്ച് ചാടി ഇറങ്ങി വരുന്നുണ്ട്. എവിടെ പോയി അമ്മയുണ്ട്? അങ്ങനെ നമ്മൾ തിരിച്ചെത്തി. ചെണ്ടല്ല, ചെണ്ടാണോ അതോ? അതെ, അത് രണ്ടും ഇതിന്റെ ഹഡിന്റെ അടുത്ത് വരും. ഇത് ഓപ്പൺ ഉണ്ട്. ഓപ്പൺ. ഹായ്. അപ്പോൾ നമ്മുടെ 2 ദിവസത്തെ ട്രിപ്പ് ഇവിടെ കഴിയുകയാണ്. കാന്തല്ലൂർ നമ്മൾ അടിച്ച് പൊളിച്ച് പൊളി സ്പോട്ട്, ഒരു രക്ഷയില്ല. കാട്ടിനകത്താണ് 2 കിലോമീറ്റർ നമ്മൾ ട്രക്ക് ചെയ്തിട്ട് വന്നിട്ടാണ് ഇവിടെ സ്റ്റേ ചെയ്തത്. ടെൻറ്റ് സ്റ്റേ ഉണ്ടായിരുന്നു, അതുപോലെ ഹട്ട് എല്ലാം അടിപൊളിയായിരുന്നു. ഫുഡ് അടിപൊളിയായിരുന്നു. നമ്മളെ ചെറുക്കൻ രാജേഷ് ഇവനാണ് ഫുള്ള് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഫുള്ള് ഇവനെ കോൺടാക്ട് ചെയ്താൽ മതി. കോൺടാക്ട് നമ്പർ എല്ലാം നമ്മൾ അടിയിലിടുന്നതാണ്. ഓക്കെ ഓക്കെ, ബൈ ബൈ. ബിസ്ക്കറ്റ് ഇടുന്നോ? എന്നാ അങ്ങനെ ഇരിക്കുന്നേ? ചുമ്മാ അതിനൊരു തുക. അത് ഈ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ അവിടെ നിന്ന് വെള്ളം പിടിക്കാൻ പറ്റും. വെള്ളം ആ പോണ വഴിക്ക് ഇന്നലെ ചെറിയ വാൾസ് പോലെ വരണമെന്നില്ലേട്ടാ, അവിടെ നിന്ന് എടുക്കും. നല്ല വെള്ളമാണ്. ഇവിടെ നിൽക്കുന്നില്ലേ? ഇവിടെ നിൽക്കുന്നില്ലേ? ഹായ്. അപ്പോൾ നമ്മുടെ ട്രിപ്പ് ഇവിടെ കഴിയുകയാണ്. നമ്മൾ ഒരു ദിവസം കാട്ടിനകത്ത് 999 രൂപയ്ക്കാണ് സ്റ്റേ ചെയ്തത്. അപ്പോൾ സ്റ്റേ ഒക്കെ അടിപൊളിയായിരുന്നു, അതുപോലെ ഫുഡ് അടിപൊളിയായിരുന്നു, നൈസ് ആംബിയൻസ് ആയിരുന്നു, നല്ല പ്രൈവസി ഉള്ള സ്പോട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇതിനകത്തുള്ള നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ടാറ്റ.